ഡിസംബർ 10-ാം തീയതി അൻസിബ എനിക്ക് എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എൻ്റെ ഫ്രണ്ട് RJ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു, എൻ്റെ എന്ത് ഫോട്ടോ? അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അൻസിബ എന്ന ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോ ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉള്ളൊന്നും അല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഒന്നത്. 2, എൻ്റെ എന്തോ ഒരു ഫോട്ടോ എന്ന് പറയുമ്പം ഒരിക്കലും അതൊരു നല്ല ഫോട്ടോ ആവാനായിട്ടൊരു ചാൻസ് ഇല്ല. പിന്നെ ഒരു RJ, ഞാൻ പോയത് ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, ഞാനൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ് പോയത്. ആ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു RJ അവിടെ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. എനിക്കത് അരുതാത്ത ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം എന്താ അൻസിബ, അത് നമ്മൾ ഇവിടെ വെച്ച് ഇത്രയും ഫോട്ടോസ് എടുക്കുന്നെങ്കിൽ ദുബായിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവർക്കൊരു സന്തോഷമാണ് അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം വന്നു, എനിക്ക് അതൊരു ഓക്വേർഡ് ആയിട്ട് തന്നെ തോന്നി. ഞാൻ ചോദിച്ചു, എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, അൻസിബ എൻ്റെ എന്ത് ഫോട്ടോയുടെ കാര്യമാണ് മോള് ചോദിച്ചു. ഞാൻ വിളിച്ചു, എടുത്തില്ല, ആ കുട്ടി എടുത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എൻ്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നത്? പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നിന്നാലും ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ഭർത്താവിന് എനിക്ക് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിലും ഞാൻ തോളത്ത് കൈവച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിലെനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു മനുഷ്യനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ കവിളത്തൊരു ഉമ്മ കൊടുക്കും. അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാത്ത ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് RJ കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മെസ്സേജ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ടൈമും ഡേറ്റും സഹിതം. അപ്പൊ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വർക്കിലാണ്, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, രാത്രി 11:30 മണിക്കാണ്. ഓക്കെ എന്ന് പറഞ്ഞു, വിളിക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ IFFKയുടെ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് ഈ കുട്ടിയെ കാണുന്നുണ്ട്. ഞാൻ ഇവൾക്ക് ദുബായിൽ നിന്ന് നല്ല വില പിടിപ്പുള്ള ഒരു വാച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ ഇവള് പറഞ്ഞു റൂമിൽ വരാൻ സംസാരിക്കാന്ന് പറഞ്ഞു, വന്നിട്ടില്ല. ഞാൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. അപ്പോൾ താഴെ വന്നപ്പോൾ അവൾക്ക് തലവേദന ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ കുട്ടി എന്നിൽ നിന്ന് എന്തോ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടല്ലോ എന്ന് തോന്നി. ഇവള് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയെന്ന് മനസ്സിലായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്? ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ജയശേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അതെന്താ ലക്ഷ്മി അപ്പൊ ചോദിക്കാത്തത്? ഞാൻ പല ആവർത്തി ചോദിച്ചു തരുന്നില്ല. ജയശേട്ടൻ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ, എനിക്ക് അവിടെ എന്തോ സംഭവിച്ചോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, എനിക്ക് എന്തെങ്കിലും ഇത് പറ്റിയോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഓർത്ത് ജയശേട്ടൻ എന്തോ ഭയങ്കര ഒരു വെപ്രാളം, ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ 1ഉം 2ഉമായിട്ട് ഇവിടെ സംസാരം തുടങ്ങി. അപ്പം ഞാൻ ഈ കുട്ടിയെ ശ്രീനിയേട്ടൻ മരിച്ച സമയത്ത് അവളെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നു, മോളെ എന്താണ് നിന്റെ ഫ്രണ്ട് ഇനി എന്ത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞാലും നീ അതിങ്ങ് അയച്ചതാ, നീ ഒന്ന് ജയശേട്ടനോട് സംസാരിക്കുക, ഈ വഴി കൂടെ അല്ലേ പോകുന്നത്, മോളൊന്ന് വന്ന് ചേട്ടനോടൊന്ന് സംസാരിക്ക്. ഞാൻ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ ആ മെസ്സേജ് കണ്ടോ, ചേച്ചി എന്താ ഡിലീറ്റ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്, നീ ചോദിച്ചത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ കാര്യം എന്നൊന്ന് പറ എന്ന് പറഞ്ഞപ്പം പറയാമേ വരാമേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്നോട് എന്തോ ഒരു വ്യക്തി വിരോധം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാൻ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ജനുവരി 22-ാം തീയതി ആയപ്പോഴത്തേക്കും വീണ്ടും അതേ ചൊല്ലി ഇവിടെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളായപ്പം എനിക്ക് വേറെ ഒരു നിവർത്തി ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് 4 വരിയിലേ ഞാൻ പരാതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലും കൂടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിനെയും ആ കുട്ടിയെ ഇരുത്തിയിട്ട് ഈ കുട്ടി കണ്ടത് എന്തോ ആയിക്കോട്ടെ അതൊന്ന് തുറന്ന് പറയണം. എനിക്കും അത് അറിയണം, എന്താണ് എന്നെക്കുറിച്ചുള്ള ഫോട്ടോ എന്ന് എനിക്കറിയണ്ടേ. ഇത്രേ ഞാൻ അതിനകത്ത് പരാതിയിൽ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് ആ കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല, അതിന് വിഷമമാകുന്നോ ദോഷമാകുന്ന വിധത്തിൽ ഒന്നും എഴുതിയിട്ടില്ല.
ജനുവരി 25 ആയപ്പോൾ എനിക്കൊന്ന് സ്റ്റേഷനിൽ നിന്ന് ആ കുട്ടിയെ വിളിപ്പിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ആ വിളിപ്പിച്ച സമയത്ത് ഈ കുട്ടി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് ഒരു ഇമെയിൽ ആയിട്ട് അയച്ചത്, അതായത് അമ്മയിലേക്ക് പരാതിയായിട്ട് അയച്ചത് ഈ കുട്ടി ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് മെയില് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്ര ഫണ്ട് ഉണ്ടല്ലോ, നമ്മുടെ കുടുംബസംഗമം നടക്കാനിരിക്കുകയാണ്, ഫെബ്രുവരിയിലാണല്ലോ കുടുംബസംഗമം. അപ്പൊ ഈ ഫണ്ടിനെ ഒപ്പോസ് ചെയ്തതുകൊണ്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റും ഞാനും പിന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാരും പാർട്ടിക്കാരും BJPയുടെ പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ട് ഈ കുട്ടിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. അമ്മ ഒരു കമ്മീഷനെ വെച്ചിട്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൽ അയക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ താഴെയായിട്ട് ഇവള് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്താണ് മതചിഹ്നം ഇവിടെ വരാൻ പാടില്ല, മറ്റേത് പാടില്ല, മറിച്ചിട്ട് ഇങ്ങനെ ഘോരം ഭയങ്കര മെസ്സേജ്. അപ്പം ഈ മെസ്സേജ് ഒക്കെ വായിക്കും, വർഗീയത, തീവ്രവാദം ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഈ കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല, ടിനിയല്ല, ശ്വേതാ മേനോനല്ല, ഞങ്ങൾ ആരുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് മെസ്സേജ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ താഴെ വന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, മോളെ ഈ മോള് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളൊക്കെ സമൂഹത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഇതിൽ നീ ഈ ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം പോലും ഇല്ല. ഞാൻ 4 വരിയിലാണ് പരാതി എഴുതിയിട്ടുള്ളത്. നീ ഒരു കാര്യം ചെയ്യൂ, ഒരു കംപ്ലൈന്റ് നമുക്കെതിരെ വരുമ്പോ വീട്ടുകാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് ചോദിക്കണം, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിനക്ക് എന്നെ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാലോ, ചേച്ചി എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ, എന്താന്ന് ചോദിക്കാലോ. അതിന് പകരം മോൾ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ അടിയിൽ മെസ്സേജ് ഇട്ടു. നേരെ മറിച്ച് പറയാണ്, ശ്വേത ചേച്ചി, ലക്ഷ്മി ചേച്ചി എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു. വിളി വളഞ്ഞു മൂക്കേ ചുറ്റാതെ ലക്ഷ്മി ചേച്ചി എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ശ്വേത ചേച്ചി ഒന്ന് ലക്ഷ്മി ചേച്ചിയെ വിളിച്ച് അന്വേഷിക്കണം, എനിക്ക് സ്റ്റേഷനിലൊന്നും പോകാൻ വയ്യ, ഞങ്ങൾ തമ്മിൽ ഇരുന്ന് അത് പറഞ്ഞങ്ങ് തീർക്കാം എന്നൊരു വാക്കല്ല അൻസിബ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോട്ടലിലേക്ക് വരുന്നു. ഹോട്ടലിൽ വിളിച്ചിട്ട് ശ്വേത ചേച്ചിയെ, ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറയുന്നു, ചേച്ചി ഇതെന്റെ കുടുംബ പ്രശ്നമാണ്, അവിടുത്തെ അവസ്ഥ അറിയാലോ, നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത മിനിറ്റിൽ അത് യൂട്യൂബിൽ വരും അല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ മാനാഭിമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല ചേച്ചി, ഇത് ഞങ്ങൾ രണ്ടും പേഴ്സണൽ കാര്യമല്ലേ, ഞങ്ങൾ തീർത്തോളം. അതിന്റെ സീരിയസ്നെസ് ഒക്കെ ഞാൻ ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ചേച്ചി പറഞ്ഞു, ഇല്ലടാ ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ തീർത്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പറഞ്ഞത്, ഇത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ തീർക്കുന്നു. നേരെ മറിച്ച് ശ്വേത ചേച്ചി ഇതൊന്ന് പരിഹരിക്കണം, ചേച്ചി ലക്ഷ്മി ചേച്ചിയെ വിളിച്ച് ചോദിക്കണം, ഞാനും വരാം, നമുക്കിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 1000% ശ്വേത ചേച്ചി ഇരിക്കുമായിരുന്നു. കാരണം ഡേ 1 തൊട്ടിട്ട് അൻസിബയുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണം. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഈ വീഡിയോയിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ 2 കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുവാനുണ്ട്. അൻസിബയ്ക്ക് ശ്വേതയോട് സംസാരിച്ച് ഇത് സെറ്റിൽ ചെയ്യാമായിരുന്നില്ലേ എന്ന് സെയിം ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അൻസിബ ഇങ്ങനെയൊരു മെസ്സേജ് അയച്ചു, എൻ്റെ വീട്ടിൽ കുറച്ച് സീനായിട്ടുണ്ട്, ഇതൊന്ന് മറ്റുള്ളവരാരും അറിയാതെ ശ്വേത ചേച്ചിയൊന്ന് ഇതിൽ ഇടപെട്ട് ഒന്ന് സംസാരിക്കണം, എനിക്ക് ഇതിനുള്ള ഒരു പ്രോപ്പർ റിപ്ലൈ വേണം. എൻ്റെ ജയേഷേട്ടനെ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എൻ്റെ ഫാമിലിയെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിയൊന്ന് ഇടപെട്ടിട്ട് എനിക്ക് ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി തരണമെന്ന് ലക്ഷ്മിപ്രിയക്ക് ശ്വേതാ മേനോനോട് പറഞ്ഞൂടായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇതൊരു കേസായി പോലും മുൻപോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം നിന്നുകൊണ്ട് അത് തീരാവുന്ന ഒരു പ്രശ്നമായിരുന്നില്ലേ? പിന്നെ അൻസിബ ഹസന് മദ്യം വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ? നാണമില്ലേ നിങ്ങൾക്കത് ഇവിടെ വന്നിരുന്ന് പറയുവാൻ? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം നിങ്ങൾക്കുമുള്ളത് പെൺമക്കളാണ്. അങ്ങനെയൊരു അമ്മ മറ്റൊരു പെൺകുട്ടിയെ, അതായത് ഹൻസിബയെ നിങ്ങൾ ഒരു മകളെപ്പോലെ എന്ന് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഹൻസിബയെ കുഞ്ഞെന്നും മോളെന്നും മാത്രം സ്നേഹത്തോടെ തുളുമ്പുന്ന വാക്കുകളാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വേണമായിരുന്നു നിങ്ങൾ പെരുമാറേണ്ടിയിരുന്നത്.
അൻസിബ നിങ്ങളോട് മദ്യം വാങ്ങിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അത് വാങ്ങിച്ചു കൊടുക്കാൻ നിന്നത്? അൻസിബ തെറ്റാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കത് തിരുത്തി കൊടുക്കാമായിരുന്നില്ലേ? ഇനി അൻസിബ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കാമായിരുന്നല്ലോ. നിങ്ങൾക്ക് പറയാമല്ലോ, എനിക്കും വളർന്നു വരുന്ന പെൺകുട്ടിയുള്ളതാണ്, അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് മകളെ ഇനി ഈ കാര്യമൊന്നും ചെയ്യിപ്പിക്കരുത്, കാരണം ഞാനൊരു അമ്മയാണ്. മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളൊന്നും ഞാനും ഉപയോഗിക്കില്ല, മറ്റൊരാളെ ഉപയോഗിക്കുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല എന്നുള്ള ആ ഒരു സ്റ്റാൻഡ് മാത്രം മതിയായിരുന്നില്ലേ? ഇതിപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിൽ വന്ന് അൻസിബ എന്നോട് മദ്യം വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് വന്ന് പറഞ്ഞിട്ടുള്ളത്? അൻസിബയ്ക്ക് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തു എന്ന് എന്തോ ഒരു ക്രെഡിറ്റ് പോലെയാണ് നിങ്ങളത് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അൻസിബയേക്കാളും തെറ്റുകാരി നിങ്ങൾ തന്നെയല്ലേ? അവൾ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കാൻ പാടുണ്ടായിരുന്നോ? നമ്മുടെ മുമ്പിൽ ആരെങ്കിലും അതുപോലെയുള്ള തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുവാനും നമ്മൾ ആ തെറ്റിന് കൂട്ടുനിൽക്കാതിരിക്കുകയുമാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്തത് എന്താണ്? സത്യം പറഞ്ഞാൽ നിങ്ങൾ അൻസിബയെ അടിക്കാൻ നോക്കി, പക്ഷേ ആ അടി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഈ പ്രശ്നം ഇവിടെയൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.